നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും PV അൻവർ പ്രതിരോധത്തിൽ. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിത്വം ഉടൻ പ്രഖ്യാപിക്കില്ല. സജി മഞ്ഞക്കടമ്പലിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് അൻവറിന്റെ നീക്കം. നിലമ്പൂരിൽ മത്സരിച്ച് തോറ്റുവെന്ന പേരുദോഷം ഒഴിവാക്കാനാണിത്. അതിനിടെ ഒരു പകൽ കൂടി കാത്തിരിക്കുമെന്നും അൻവർ അറിയിച്ചു. UDF നേതാക്കളും മറ്റ് സാമുദായിക നേതാക്കളും അടക്കം ആവശ്യപ്പെട്ടതിനാലാണ് ഇന്ന് ഒരു പ്രഖ്യാപനം നടത്താതിരിക്കുന്നതെന്നും അൻവർ പറയുന്നു. ഇന്ന് രാവിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്താൻ അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ആ പ്രഖ്യാപനം ഇപ്പോൾ നടത്തുന്നില്ലെന്ന് പറഞ്ഞ അൻവർ UDF നേതാക്കളും ചില സാമുദായിക നേതാക്കളും ഒരു പകൽ കൂടി കാത്തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളടക്കം കാത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവരൊക്കെ പറയുമ്പോൾ ആ വാക്ക് മുഖവിലക്കെടുക്കാതിരിക്കാൻ കഴിയില്ല എന്നും അറിയിച്ചു. എന്നാൽ UDFിലെ പ്രമുഖരൊന്നും അൻവറിനെ ബന്ധപ്പെട്ടിട്ടില്ല. ഇന്ന് രാവിലെയും അൻവറിനെ വിമർശിച്ച് UDF കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നു. ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിച്ചാൽ മാത്രമേ അൻവറുമായി സഹകരണത്തിനുള്ളൂവെന്നാണ് കോൺഗ്രസ് നിലപാട്. പരസ്യമായി ഷൗക്കത്തിനെ പിന്തുണയ്ക്കണം. അൻവർ ഇല്ലെങ്കിലും ജയിക്കാമെന്ന ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട്. അതിനിടെ മത്സരിക്കാനുള്ള താല്പര്യക്കുറവ് സജി മഞ്ഞക്കടമ്പലും അൻവറിനെ അറിയിച്ചു. നേരത്തെ ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥിയായി മുൻ KPCC സെക്രട്ടറി NK സുധീർ മത്സരിച്ചിരുന്നു. എല്ലാ അർത്ഥത്തിലും സുധീറിന് വലിയ രാഷ്ട്രീയ നഷ്ടമായി മാറി ആ മത്സരം. ഈ സാഹചര്യം സജി മഞ്ഞക്കടമ്പലും തിരിച്ചറിയുന്നുണ്ട്. PV അൻവർ നിലമ്പൂരിൽ മത്സരിച്ചാൽ അവിടെ വെച്ച് കാണാമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചിട്ടുണ്ട്. VD സതീശനെയും ആര്യാടൻ ഷൗക്കത്തിനെയും വിമർശിക്കുന്ന അൻവറിന്റെ നിലപാട് അംഗീകരിക്കാനാവുന്നില്ല. അൻവറിന് ഇനിയും പുനർചിന്തനം ഉണ്ടാവാം. സാമാന്യ മര്യാദ വെച്ച് അൻവർ പെരുമാറണമെന്നും ആ മര്യാദ ലംഘിച്ചാൽ പ്രതികരിക്കുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി. PV അൻവറുമായി ഇനി താൻ ചർച്ചയ്ക്കില്ലെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കഴിഞ്ഞു. നേതൃത്വത്തിന്റെ അറിവോടെയാണ് 3 ദിവസം അനുരഞ്ജന ചർച്ച നടത്തിയത്. അൻവർ വിഷയം കോൺഗ്രസിനെ ബാധിക്കില്ലെന്നും BJP CPM വോട്ട് കച്ചവടം നടക്കില്ലെന്നും രമേശ് പ്രതികരിച്ചു. ഇന്നലെ ചേർന്ന തൃണമൂൽ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അൻവർ മത്സരിക്കണമെന്ന വികാരമാണ് ഉണ്ടായത്. പക്ഷേ അതിന് അൻവറിന് താല്പര്യക്കുറവുണ്ട്. UDFിൽ ഘടകകക്ഷിയാക്കാതെ ഇനി ചർച്ചയ്ക്കില്ലെന്ന് അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നിട്ടും ഇന്ന് UDF യോഗം ചേരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് അൻവർ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ തീരുമാനിച്ചത്. അൻവർ ആദ്യം UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെടുത്ത സമീപനം. എന്നാൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് അൻവർ മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ ഷൗക്കത്തിന് വിജയസാധ്യതയില്ലെന്നും ഷൗക്കത്തിനെ MLA ആക്കാനല്ല താൻ രാജിവെച്ചതെന്നും ആവർത്തിച്ചിരുന്നു. തിരഞ്ഞെടുപ്പിൽ തോറ്റാൽ UDFിൽ ആര് ഉത്തരവാദിത്തം ഏൽക്കുമെന്നും അൻവർ ചോദിച്ചു. പൊതുസമൂഹത്തെ കൂടി അറിയിച്ചുകൊണ്ട് മുന്നണി പ്രവേശനം പ്രഖ്യാപിക്കണമെന്നതാണ് അൻവർ കോൺഗ്രസിന് മുൻപിൽ വെച്ച നിബന്ധന. തൃണമൂൽ കോൺഗ്രസിന് UDF പ്രവേശനം അനുവദിച്ചില്ലെങ്കിൽ നിലമ്പൂരിൽ മത്സര രംഗത്ത് ഇറങ്ങും എന്നാണ് വ്യാഴാഴ്ചത്തെ അൻവറിന്റെ നിലപാട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ രൂക്ഷമായ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. UDFിലെ ചില നേതാക്കളിൽ വിശ്വാസമില്ലാതായെന്നും അൻവർ പറഞ്ഞിരുന്നു. എന്നാൽ അൻവറിൻ്റേത് വെറും ഭയപ്പെടുത്തൽ മാത്രമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു. അൻവറിന്റെ യഥാർത്ഥ പ്രശ്നം നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വമാണെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. VS ജോയിക്ക് വേണ്ടി പരസ്യമായി വാദിച്ച അൻവർ ഒരു ഘട്ടത്തിൽ തന്റെ അഭിപ്രായം കോൺഗ്രസിന്റെയും അഭിപ്രായമാകുമെന്ന് കരുതി. എന്നാൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന ശേഷം കോൺഗ്രസിലെ ചർച്ചകളിൽ ഷൗക്കത്തിനായിരുന്നു മുൻതൂക്കം. ഘടകകക്ഷികളുടെ അഭിപ്രായം തേടിയ കോൺഗ്രസ് അൻവറിനോട് ചർച്ചയ്ക്ക് മുതിർന്നില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതോടെ അൻവർ ഷൗക്കത്തിനെതിരെ വീണ്ടും തിരിയുകയായിരുന്നു. UDF സഹകരണം സംബന്ധിച്ച പ്രഖ്യാപനം ആ സമയത്ത് നടക്കാത്തതും അദ്ദേഹത്തെ ചൊടിപ്പിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ഉപാധി വെച്ചാൽ അംഗീകരിക്കാനാവില്ലെന്ന നിലപാട് UDF എടുത്തു. അവിടെ തന്നെ UDF തുടർന്നും നിൽക്കും. KC വേണുഗോപാൽ വഴി സമ്മർദ്ദം ചെലുത്താൻ കഴിയുമെന്ന അൻവറിന്റെ പ്രതീക്ഷയും പാളി. സംസ്ഥാന നേതൃത്വത്തെ ദുർബലമാക്കുന്ന ഒരു നീക്കത്തിനും താനില്ലെന്ന് വ്യക്തമാക്കി കൂടിക്കാഴ്ചയ്ക്ക് വേണുഗോപാൽ വിസമ്മതിച്ചു. ഇതോടെ ഒരേ സമയം സംസ്ഥാന മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും ശത്രുപക്ഷത്ത് നിർത്തുന്ന നിലയിലായിരിക്കുകയാണ് അൻവർ.